വസ്ത്രങ്ങൾ നിറഞ്ഞ ഭാണ്ഡവുമായി ഒരു പുരുഷനും ഒരു സ്ത്രീയും ആ പുഴക്കടവിലെത്തി. പുരുഷൻ പറഞ്ഞു, പാറു, ഇന്ന് ഒരുപാട് തുണി തിരുമി അലക്കാനുണ്ടല്ലോ. നാളെ രാവിലെ തമ്പുരാന്റെ ഭവനത്തിൽ ഒരു ആഘോഷമുണ്ടത്രേ. വസ്ത്രങ്ങൾ ഇന്ന് വൈകുന്നേരത്തിനകം എത്തിക്കണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തിനോ? എന്റെ ദൈവങ്ങളെ, തമ്പുരാന്റെ വസ്ത്രങ്ങൾ ഒരു കുന്നോളമുണ്ട്. ഇന്നത് കൊടുക്കാൻ പറ്റില്ല, എന്നെ കൊണ്ട് വയ്യ, പാറു പറഞ്ഞു. അങ്ങനെ പറഞ്ഞാ പറ്റുമോ? നമ്മുടെ തൊഴിലല്ലേ ഇത്. ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് എന്ത് കാര്യം? 2 നേരവും വയറ് നിറയ്ക്കാനുള്ള വക പോലും കിട്ടണില്ല. എന്നാ നമ്മുടെ ഈ കഷ്ടപ്പാടൊന്ന് തീരാ? പുരുഷൻ ആവലാതിപ്പെട്ടു. ഭാര്യയുടെ മുഖത്തേക്ക് ദുഃഖഭാവത്തിൽ അയാൾ നോക്കി. ഓ, ഒക്കെ തീരും. നമുക്കൊരാൺകുട്ടി പിറക്കട്ടെ, അവൻ കേമനാവും. പാറു പിറുപിറുത്തു. ആൺകുഞ്ഞോ? ആൺകുഞ്ഞ് നമുക്ക് വിധിച്ചിട്ടില്ലടി പാറു. നീ 5 പെറ്റു, 5ഉം പെണ്ണ്. ഒരെണ്ണത്തിനെങ്കിലും ആണാക്കാമാറുന്നില്ലേ ദൈവത്തിന്? ഇനി ഉണ്ടാവണത് തീർച്ചയായും ആണായിരിക്കും. അപ്പോ ഇനി നീ പെറാൻ തന്നെയാണോ ഭാവം? 5 എണ്ണത്തിനെ പോറ്റാൻ തന്നെ നമ്മൾ പാടുപെടുക. നീ ഇനി പ്രസവിക്കണ്ട, പുരുഷൻ പറഞ്ഞു. പെട്ടെന്നതാ ഒരു കുഞ്ഞ് കരയുന്ന ശബ്ദം അവരുടെ കാതുകളിലെത്തി. പെറ്റ് വീണ ഒരു കുട്ടിയുടെ കരച്ചിലല്ലേ ആ കേൾക്കണത്? വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം, പാറു പരിഭ്രമത്തോടുകൂടി പറഞ്ഞു. 2 പേരും ഓടി കുഞ്ഞിന്റെ അടുത്തെത്തി. കൈകാലിട്ടടിച്ച് വാവിട്ട് നിലവിളിക്കുന്ന ഒരു ആൺകുഞ്ഞ്. പാറു കുഞ്ഞിനെ കോരിയെടുത്തു. ദൈവമേ, ഇതിന്റെ തന്തയും തള്ളി ഇത് എവിടെ പോയി? കരഞ്ഞ് കരഞ്ഞ് അതിന്റെ തൊണ്ട അടഞ്ഞുപോയി. ഇന്നലെ രാത്രി പ്രസവിച്ചതാണെന്ന് തോന്നുന്നു. നീ കുഞ്ഞിന് പാല് കൊടുക്ക്, പുരുഷൻ പറഞ്ഞു. പാറു കുഞ്ഞിനെ മടിയിലിരുത്തി തന്റെ പാല് കൊടുത്തു. പാലുണ്ടോ പാറുവേ? 5ാമത്തെ മകൾ ഊറ്റി കുടിച്ചിട്ട് പാല് വല്ലതും ബാക്കിയുണ്ടോ? ഓ, ഈ കുട്ടിക്ക് കുടിക്കാനുള്ളതൊക്കെ ഉണ്ടെന്നേ, പാറു പറഞ്ഞു. ഈ കുഞ്ഞിനെ നമ്മളിനി എന്ത് ചെയ്യും? പുരുഷൻ ചോദിച്ചു. എന്താ സംശയം? നമ്മളിവനെ വീട്ടിലേക്ക് കൊണ്ടുപോകും, വളർത്തും, നമ്മുടെ മകനായി വളർത്തും. പാറുന് ഒട്ടും സംശയമില്ലായിരുന്നു. അപ്പോ നീ 6ാമതും പെറ്റിരിക്കുന്നു, ഒരാൺകുഞ്ഞിനെ പെറ്റിരിക്കുന്നു. അതെ, ഞാനിവന്റെ അമ്മയാണ്, നിങ്ങൾ അച്ഛനും. നോക്കൂ, എന്തൊരു ചന്തമാണവന്. പാറുന് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. പുരുഷൻ കുഞ്ഞിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. 5 കുട്ടികളുടെ അച്ഛനായ അയാളുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. പാവം കുട്ടി, ഇതിന് ജന്മം കൊടുക്കാൻ വേണ്ടി മാത്രം ജനിച്ച അച്ഛനും അമ്മയും ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ കാരണക്കാരായവർ ഏതൊരുവരാണോ അവന് മനസ്സുഖം ഒരിക്കലും ഇല്ലാതായി പോട്ടെ. ആ വെളുത്തേടന്റെ ശാപം വരരുചി കേട്ടിരിക്കുമോ? നീ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് പൊയ്ക്കോ, എന്നെ സഹായിക്കാൻ കുട്ടികളെ ഇങ്ങോട്ടയക്ക്, പുരുഷൻ പറഞ്ഞു. പാറു പതുക്കെ എഴുന്നേറ്റു. കുഞ്ഞിന്റെ നിറകയിൽ നിറയെ ഉമ്മ വെച്ചു. നമുക്ക് ലഭിച്ച നിധിയാണവൻ, പാറു പറഞ്ഞു. ഏതായാലും നിനക്ക് ഒന്നുകൂടി പെറാതെ കഴിഞ്ഞു. വേണ്ട വേണ്ട, എനിക്കിനി പെറണ്ട. 5 1 6 മക്കൾ മതി എനിക്ക്. പാറുവിന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അങ്ങനെ പറയിപ്പറ്റ പന്തിരു കുലത്തിലെ 2ാമത്തെ സന്തതി പാറുവിന്റെ കുടിലിൽ വളർന്നു വന്നു. അവൻ നിലത്ത് നീന്തി നടന്നു, മുട്ടുകൊത്തി നടന്നു, ചിരിച്ചു, കളിച്ചു, പിച്ച വെച്ച് നടന്നു. അവനത്രേ രജകൻ. അങ്ങനെ പഞ്ചമി 3ാമതും ഗർഭം ധരിച്ചു. ഒരു ദിവസം അവൾ വരരുചിയോട് ചോദിച്ചു, സ്ത്രീക്ക് സംസ്കൃതത്തിൽ അബല എന്നുകൂടി പേരുണ്ട് ഇല്ലേ? ഉണ്ടല്ലോ. ഈ പുരുഷന് കൂടുതൽ ബലമുള്ളത് കൊണ്ടാണോ സ്ത്രീ അബലയായത്? പഞ്ചമി. സ്വാമി, അങ്ങ് എന്നോട് ക്ഷമിക്കൂ, പഞ്ചമി പൊട്ടിക്കരഞ്ഞു. നടന്ന് നടന്ന് അവർ മലയുടെ താഴ്വരയിലെത്തി. അതാ മലയിൽ നിന്നും വെള്ളച്ചാട്ടം, നമുക്ക് അങ്ങോട്ട് പോകാം, പഞ്ചമി പറഞ്ഞു. 2 പേരും വെള്ളച്ചാട്ടത്തിനടുത്തെത്തി. ഉയരത്തു നിന്നും വെള്ളം അതിശക്തിയോടെ താഴേക്ക് നിപതിക്കുന്നു. പഞ്ചമി ആ മനോഹര കാഴ്ച അങ്ങനെ നോക്കി നിന്നു. ഞാൻ ഈ വെള്ളച്ചാട്ടത്തെപ്പറ്റി ആലോചിക്കുകയാണ്, പഞ്ചമി പറഞ്ഞു. എന്താണ് ആലോചിക്കുന്നത്? താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന് വല്ല ലക്ഷ്യവുമുണ്ടോ? ഉണ്ട്, താഴേക്ക് വീഴുക എന്നത് മാത്രമാണ് അതിന്റെ ലക്ഷ്യം, വരരുചി പറഞ്ഞു. ജലം വന്ന് വീഴുന്നത് താഴെ മണ്ണിലാണ്. ആ ആഘാതം താങ്ങുന്നത് എപ്പോഴും മണ്ണാണ്. ശരിയാണ് പഞ്ചമി. ആഘാതം സഹിക്കാൻ വേണ്ടി മാത്രം മണ്ണവിടെ രൂപം കൊണ്ടു അല്ലേ? പഞ്ചമിയുടെ ശബ്ദം അല്പ ഉച്ചത്തിലായി. വരരുചി ആകെ തളർന്ന ഒരു നോട്ടം ഭാര്യയുടെ നേർക്ക് അയച്ചു. അദ്ദേഹത്തിന് അതിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. പഞ്ചമി ചിന്തിക്കുകയായിരുന്നു. താൻ പ്രസവിച്ച കുഞ്ഞിന് പാല് കൊടുക്കാനുള്ള അവകാശം പോലും അതിന്റെ അമ്മയായ തനിക്കില്ലേ? ആ കുഞ്ഞിനു വേണ്ടി ഒരു താരാട്ട് പാടാനുള്ള അവകാശം പോലും എനിക്കില്ലേ? സൃഷ്ടി നടത്തുക എന്നുള്ളത് മാത്രമാണോ അച്ഛന്റെ കർത്തവ്യം? തന്നിൽ നിന്നും ജന്മം കൊണ്ട സന്തതികളെ സംരക്ഷിക്കാനുള്ള ബാധ്യത കൂടി ആ പിതാവിനില്ലേ? അവരങ്ങനെ നടന്ന് ഒരു വഴിയമ്പലത്തിലെത്തി. പഞ്ചമിക്കതാ പേറ്റുനോവ് തുടങ്ങി. അയ്യോ, എനിക്ക് ദാഹിക്കുന്നു, എന്റെ അമ്മേ,
വരടുജി അവിടെ കണ്ട ഒരു മൺകുടത്തിൽ നിന്നും സംഭാരം എടുത്ത് പഞ്ചമിക്ക് കൊടുത്തു. അവൾ ആർത്തിയോടെ ആ സംഭാരം കുടിച്ചു. പഞ്ചമി കിടന്നു. വരടുജി മുറ്റത്തിറങ്ങി നിന്നു. നിമിഷങ്ങൾ ഇഴിഞ്ഞു നീങ്ങി. പെട്ടെന്ന് കുട്ടിയുടെ കരച്ചിൽ കേട്ടു. ആൺകുഞ്ഞാണ്. കുട്ടിക്ക് വായുണ്ടല്ലോ ഇല്ലേ? ഉണ്ടല്ലോ. പഞ്ചമിയുടെ ക്ഷീണിച്ച സ്വരം. എങ്കിൽ കുട്ടി അവിടെ കിടന്നോട്ടെ. വരൂ, നമുക്ക് പോകാം. പഞ്ചമി ഇത്തവണ കരഞ്ഞില്ല. ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയതുമില്ല. പക്ഷേ അവളിൽ നിന്നും ദീർഘനിശ്വാസങ്ങൾ ഉതിർന്നു. എന്താ നിൽക്കുന്നത് പഞ്ചമി? ഇങ്ങോട്ട് വരൂ. ആ കുഞ്ഞിന്റെ കരച്ചിൽ പഞ്ചമി ശ്രദ്ധിച്ചു. തിരിഞ്ഞു നോക്കാതിരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പെട്ടെന്ന് അവൾ ദീനഭാവത്തിൽ ചോദിച്ചു, ഈ ഒരു രാത്രി മാത്രം എന്റെ കുഞ്ഞിന്റെ അടുത്ത് ഞാനൊന്ന് കിടന്നോട്ടെ? സാധ്യമല്ല. നമുക്കുടൻ സ്ഥലം വിടണം. കുഞ്ഞ് ജീവിച്ചോളും, ദൃഢസ്വരത്തിൽ വരടുജി പറഞ്ഞു. കുഞ്ഞ് ഉറക്കെ പിടഞ്ഞു കരഞ്ഞു. പറയിപ്പറ്റ പന്തരുകുലത്തിലെ മൂന്നാമത്തെ സന്താനം ജനിച്ചിരിക്കുന്നു. പെരുന്തച്ഛൻ അഥവാ ഉളിയന്നൂർ തച്ചൻ. ഇതേ സമയം ഉളിയന്നൂർ മൂത്താശാരി തന്റെ ഉമ്മറത്തിരുന്ന് നാലും കൂട്ടി മുറുക്കുകയായിരുന്നു. അയൽക്കാരനായ വേലുവാശാൻ അപ്പോഴാണ് അങ്ങോട്ട് വന്നത്. ആശാന്റെ കയ്യിൽ ഒരു ചോര കുഞ്ഞ് ഉറക്കെ നിലവിളിക്കുന്നുണ്ടായിരുന്നു. എന്താ വേലു? പരിഭ്രമത്തോടെ മൂത്താശാരി ചോദിച്ചു. എന്താന്ന് കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇതൊരു മനുഷ്യക്കുട്ടിയാണ്. നല്ല ലക്ഷണമൊത്ത ഒരാൺകുട്ടി. ഇതിനെ തനിക്ക് എവിടുന്ന് കിട്ടി? കുട്ടിയുടെ തന്തേം തള്ളേ എവിടെ പോയി? ഓ, ഇതിനെ കിട്ടിയത് വഴിയമ്പലത്തിൽ നിന്നാണ്. തന്തേം തള്ളയൊന്നും ഞാൻ കണ്ടില്ല. എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിനെ പെറ്റിട്ട് അധികം നേരമായിട്ടില്ലാന്നാ തോന്നുന്നത്. മൂത്താച്ചാരിക്ക് മക്കളില്ലല്ലോ. വേണമെങ്കിൽ എടുത്തു വളർത്തിക്കോ. വേണ്ടെങ്കിൽ തോട്ടിലെറിഞ്ഞോളി. ഈ വയസ്സുകാലത്ത് എന്നെ കൊണ്ടൊന്നിനും വയ്യ, വേലു ആശാൻ പറഞ്ഞു. തോട്ടിലെറിയുകയോ? ശിവ, തനിക്കെന്താ തലയ്ക്ക് സുഖമില്ലേ? അതൊന്നും വേണ്ട. ഇവനെ ഞങ്ങൾ വളർത്തിക്കോളാം. നിങ്ങൾ കണ്ടോ, ഇവനെ ഞാൻ മലയാളക്കരയിലെ ഏറ്റവും മിടുക്കനായ ആശാരിയാക്കും. അങ്ങനെ ആ കുട്ടി അവിടെ വളർന്നു. മൂത്താശാരിക്കും ഭാര്യയ്ക്കും അവൻ പ്രാണനായിരുന്നു. പോകെ എന്തും പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള അവന്റെ ആ ഒരു അപാര കഴിവ് മൂത്താശാരിയെ തന്നെ അത്ഭുതപ്പെടുത്തി. അയാൾ ഭാര്യയോട് പറഞ്ഞു, നമ്മുടെ മോൻ വലിയ തച്ചനാകും. ലോകം മുഴുവൻ അവൻ അറിയപ്പെടും. ആ അമ്മ കുഞ്ഞിന്റെ നെറുകിലും കവളത്തും തുരുതുരെ ഉമ്മ വെച്ചു. ആ അവനാണ് ഉളിയന്നൂർ തച്ചൻ അഥവാ പെരുന്തച്ചൻ. കഥയുടെ അടുത്ത ഭാഗം കേൾക്കുന്നതിനായി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. നന്ദി, നമസ്കാരം.